മാനോ അത് കയറിക്കടാ ഇങ്ങോട്ട് ഇരുന്നാടാ. ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്താ ഇങ്ങോട്ട് ഇരുന്നോളാ? എനിക്ക് ഇത് പെരീന്ന് തന്നെയാടാ വരേണ്ടത്. ഞാൻ പെരീന്ന് തന്നെ വരുന്നത്. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. നമ്മളെ കുട്ടീൻ്റെ ആ മാല കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏതൊരു ബംഗാളി പെണ്ണിനെ പിടിച്ചപ്പോഴേ ആ കൂടത്തു കൂടി ഈ മാലയും കിട്ടിയിരിക്കണം. ഞാനത് പറയാൻ വേണ്ടിയിട്ട് വന്നത്. എൻ്റെ പണ്ടം കിട്ടിയടാ. ആ ഒരു കാരണത്താലേ ഞാനും എൻ്റെ കുടുംബം വല്ലാതൊന്ന് ഇടങ്ങാറായി. ഇജ്ജേ എൻ്റെ ചോരയാണ്, എൻ്റെ പെങ്ങള്. ഓളെജ്ജ് സംശയിച്ചു. ഓളവിടുന്ന് കട്ടുകൊടുന്നാണ് കണക്കാണ്ട്. നാട്ടുകാരടിയൊക്കെ തല പൊന്തിച്ച് നടക്കാൻ എനിക്കും ഓൾക്കും പറ്റുന്നില്ല. അതിന് ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആ മുറിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് കാര്യം അന്വേഷിച്ച് വന്നാൽ കൂടെ ഇവിടെ അവിടെ ഒരു കല്യാണം കഴിഞ്ഞു. ആ ഒരു കാരണത്താൽ ജവും കൂടി ഇവിടെ വന്ന് പറഞ്ഞില്ല. ഇത് ചെയ്ത ഓരോ പണികളാണ്. അപ്പോഴും എനിക്ക് പെങ്ങൾ കട്ടുണ്ടോയി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പെങ്ങൾ അങ്ങനെ ഒരു മുതലും എൻ്റെ കൊണ്ടുപോയില്ല. അത് ചിന്തിച്ചാലുള്ള മനസ്സ് എനിക്ക് ഉണ്ടായില്ലടാ. അളിയങ്ക, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ആ പണ്ടം കിട്ടിയതിന് ശേഷം എനിക്ക് ഉറക്കം വന്നിട്ടില്ല. നിങ്ങളെ ഞാൻ കുറേ ഇടങ്ങാറാക്കിക്കണം. അതൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു വിഷമം. അതേപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നത്. എനിക്കിപ്പോൾ 2 ദിവസമായിട്ടല്ലേ മനസ്സമാധാനം ഇല്ലാത്തുള്ളൂ. എൻ്റെ പെരിയിൽ ആ മുട്ടായി കൊടുക്കൽ കഴിഞ്ഞ് വന്നിക്കാണ്ട് ഈ പെരിയൊക്കെ കയറി അന്ന് മുതൽ ഞങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലാതെ കിടക്കുകയാണ്. എൻ്റെ പെങ്ങളടുത്തൊന്നും പോയൊക്കെ ഓൾക്ക് പിരാന്തായിക്കൊണ്ടെന്ന് വെച്ച് തോണ്ടത്. തെറ്റളിയാങ്ക എൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ കണ്ടു വന്നില്ലെങ്കിൽ വലിയ വിവരം ഞാൻ അറിയുന്നുണ്ട്. ആ ഉസ്താദിൻ്റെ അടുത്ത് പോയത് ആകെ പേച്ചത് അയാളെ മൂർത്താവിനാണ് ഇതൊക്കെ ഉണ്ടായത്. ഏത് മൂലയിലാണെങ്കിലേ ഇജാൻ്റെ കൂടപ്പറപ്പിനാണല്ലോ സംശയിച്ചത്. എത്ര മനുഷ്യന്മാരന്ന് എൻ്റെ പേരിൽ വന്ന് പോയിക്കുന്നു. ഓലൊന്നും ഇജ്ജ് സംശയിച്ചില്ല. ഇവള് കൊണ്ടുപോയതാണെന്ന് ഇജ്ജ് സംശയിച്ചത്. ആ മൂലയര് പറഞ്ഞതേ പരിപാടി കഴിഞ്ഞ് പെരീന്ന് അവസാനം പോയ പെണ്ണാണ് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അത് നിങ്ങളെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൈനബി പറഞ്ഞു ആ ഒടുവിന് പോയത് ഇമ്മോ ഉള്ളോന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓളെ സംശയിച്ചത്. അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. മുതൽ തിരിച്ച് കിട്ടിയില്ല. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരീന്നൊന്ന് പറയും, എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ. ഇജ്ജാ പണ്ടം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അളിയാൾക്ക് അതൊക്കെ പൊരുത്തപ്പെട്ടേക്കുന്നു. പക്ഷെ ഞാനല്ല എനിക്ക് പൊരുത്തപ്പെട്ട് തരേണ്ടത്. എൻ്റെ ചോരൻ്റെ ലൗത്ത് ഓളാണ് എനിക്ക് പൊരുത്തപ്പെട്ട് തരേണ്ടത്. എന്നാ അളിയാക്ക ഞാൻ മൂന്നൊന്ന് കണ്ടാട്ടോ.